കളിയും ചിരിയും നിറഞ്ഞ കല്ലേലിക്കാവ് ഗ്രാമത്തിലെ രസകരമായ കുടുംബ ബന്ധങ്ങളുടെ കഥയും ആ നാടിനെ ഭീതിപ്പെടുത്തുന്ന സുമതിയുടെയും കഥയും പ്രേക്ഷകരിലെത്തിക്കുന്ന ചിത്രമാണ് സുമതി വളവ്. മലയാള സിനിമയിൽ 35-ൽ പരം താരങ്ങൾ അണിനിരക്കുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈനർ. എന്നാൽ സുമതി വളവ് എന്നത് ഒരു സിനിമാ പേരിൽ മാത്രം പരിചിതമായ പേരല്ല മലയാളിക്ക്. മറിച്ച് യക്ഷിക്കഥകളിലൂടെ അത്ര അപരിചിതമല്ലാത്ത കഥാപാത്രമാണ് സുമതി വളവിലെ യക്ഷിയായ സുമതിക്കുള്ളത്. കേരള ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കഥകൾ, സിനിമ, നാടകം, ചിത്രകഥ എന്നിവയൊക്കെയായി കേരളക്കരയെ ഭയപ്പെടുത്തിയ ഒരു യക്ഷി കളിയങ്കാട്ട് നീലി. മറ്റൊരു യക്ഷിക്കും ലഭിക്കാത്ത സ്വീകാര്യത ലഭിച്ച യക്ഷിയാണ് കളിയങ്കാട്ട് നീലി. ഈ കഥാപാത്രം കേരളീയരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഇതുപോലെ തന്നെ അരനൂറ്റാണ്ടു മുമ്പ് അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കഥാപാത്രം കൂടിയെത്തി. അതാണ് തലസ്ഥാന ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നും ഭയം വിതയ്ക്കുന്ന സുമതി. പേടിപ്പെടുത്തുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥ സുമതി വളവിന് പിന്നിലുണ്ട്. കളിയങ്കാട്ട് നീലിയും സുമതിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കളിയങ്കാട്ട് നീലി വാമൊഴി വഴക്കത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഇടം പിടിച്ച കഥാപാത്രമാണ്. പക്ഷേ സുമതി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അരുംകൊലയുടെ ആത്മാവിലൂടെ നിലകൊള്ളുന്ന ഒരു കഥയുണ്ട് സുമതി വളവിന്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഗർഭിണിയായിരുന്ന സുമതി എന്ന സ്ത്രീയെ വളവിൽ വെച്ച് കൊലപ്പെടുത്തി. പ്രണയത്തിൽ മുങ്ങിയ പ്രതികാര കഥയായിരുന്നു സുമതിയുടേത്. വെളുത്ത വടിവത്ത ശരീരം, ഒത്തപ്പൊക്കം, കണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന മുടി, കരിനീല കണ്ണുകൾ ഉള്ള ഒരു സുന്ദരിയായ 22 വയസ്സുകാരി പെൺകുട്ടി. അതായിരുന്നു സുമതി. അവൾ തന്റെ കാമുകനാൽ കൊല ചെയ്യപ്പെട്ടു. എന്തായിരുന്നു സുമതി വളവിലെ സുന്ദരിയായ യക്ഷിയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം? സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അയൽവാസിയും വകയിൽ ബന്ധുവുമായ രത്നാകരന്റെ വീട്ടിൽ അടുക്കള ജോലിയും മറ്റും സഹായിയായി സുമതി പോവുക പതിവായിരുന്നു. അന്ന് 24 വയസ്സായിരുന്നു രത്നാകരന് പ്രായം. സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രത്നാകരൻ സുമതിയുമായി പ്രണയത്തിലായി. രത്നാകരന്റെ ഇടപെടലിൽ സംശയമില്ലാതെ സുമതിയും ആ പ്രണയം ആസ്വദിച്ചു. പിന്നീട് ആ ബന്ധം വളർന്നു. ഒടുവിൽ സുമതി ഗർഭിണിയായി. ഗർഭിണിയാണ് എന്നറിഞ്ഞതോടെ സുമതിയെ ഒഴിവാക്കാൻ രത്നാകരൻ ശ്രമം തുടങ്ങി. രത്നാകരനെ വിവാഹം കഴിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ സുമതി നിന്നു. ഉടൻ വിവാഹം നടത്തണമെന്ന് സുമതി രത്നാകരനോട് ആവശ്യപ്പെടാനും തുടങ്ങി. സുമതിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ രത്നാകരൻ സുമതിയെ എന്നേക്കുമായി ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. അവിടെയാണ് ആ അരുംകൊലയ്ക്ക് MC റോഡിലെ കാരേറ്റു നിന്നും പാലോട് പോകുന്ന റോഡ് മൈലാമൂട് എന്ന സ്ഥലത്തെ വളവ് സാക്ഷിയാകുന്നത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണിക്കായിരുന്നു ആ അരുംകൊല നടന്നത്. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവമായിരുന്നു അന്ന്. ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രത്നാകരൻ തന്റെ അംബാസഡർ കാറിൽ അവരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. വാഹനം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ നിന്നിരുന്ന സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കയറ്റി. തിരുവാതിര കാണാൻ കൂട്ടുകാരനും കൂടെ ഉണ്ടാകുമെന്ന് രത്നാകരൻ സുമതിയോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ കാർ പാങ്ങോട് എത്തി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇടതുഭാഗത്തേക്ക് തിരിയുന്നതിന് പകരം നേരെ പാലോട് ഭാഗത്തേക്ക് പാഞ്ഞു. വനാതിർത്തിയിൽ മൈലാമൂട് പാലത്തിന് സമീപം എത്തിയപ്പോൾ കാർ കാടിനുള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് പോകാൻ ഇതിലെ കുറുക്കു വഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചായിരുന്നു സുമതിയെയും കൊണ്ട് രത്നാകരൻ പോയത്. മൂവരും പാതിരാത്രിയിൽ വനത്തിലൂടെ 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലായി. വനത്തിനുള്ളിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. സുമതിയെ ഇല്ലാതാക്കുവാനുള്ള ത്വരയോടെയും രത്നാകരനും സുഹൃത്തും സുമതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ പല തവണ കുതിരയോടാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. രത്നാകരനും കൂട്ടുകാരനും കൂടി പിന്തുടർന്ന് പിടികൂടി. കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കെട്ടി സുമതിയെ കുറച്ചു ദൂരം കൂടി അവർ വനത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇതിനിടയിൽ ദിശ തെറ്റിയ രത്നാകരനും കൂട്ടുകാരനും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് കാരേറ്റ് കല്ലറ പാലോട് റോഡിലെ വളവിലായിരുന്നു. അതായത് ഇന്നത്തെ സുമതി വളവിൽ. അവിടുത്തെ S വളവിന് സമീപത്ത് വെച്ചായിരുന്നു ഇവർ സുമതിയെ കൊല്ലുന്നത്. രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ച് കൊടുക്കുകയും കൂട്ടുകാരൻ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്ത് അറുക്കുകയുമായിരുന്നു. എത്ര അപേക്ഷിച്ചിട്ടും കേൾക്കാതവർ സുമതിയുടെ കഴുത്തിൽ കത്തി ആഴ്ത്തി. കഴുത്ത് അറ്റുമാറാറായ അവസ്ഥയിലായിരുന്നു സുമതിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇരുവരും സ്ഥലം വിടുകയും ചെയ്തു.
3 ദിവസം കഴിഞ്ഞ് കാട്ടിൽ വിറക് ശേഖരിക്കാനായി എത്തിയവരാണ് സുമതിയുടെ മൃതദേഹം കാണുന്നത്. അതിനുശേഷം ഈ പ്രദേശം അവളുടെ ആത്മാവ് വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ അവകാശപ്പെടുന്നു. ഈ കൊലപാതകത്തെയും അത് വാർത്തയായതിനു പിന്നാലെയും മൈലാമൂട് എസ് വളവ് നാട്ടുകാർക്ക് സുമതിയെ കൊന്ന വളവായി. കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അരുംകൊലയുടെ വാസസ്ഥലമായി നാട്ടുകാരുടെ സംസാരങ്ങളിലൂടെ പ്രചരിച്ചു. മലയാളിയുടെ യക്ഷിസങ്കല്പങ്ങൾക്ക് മാറ്റമില്ലാതെ സുമതിയെയും അവർ പരിവേഷപ്പെടുത്തി. രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് അഴിച്ചിട്ട മുടിയുമായി വനത്തിനുള്ളിലെ റോഡരികിൽ നടക്കുന്ന സ്ത്രീരൂപത്തെ പലരും കണ്ടു എന്ന് പ്രചരിപ്പിച്ചു. സുമതിയുടെ പ്രേതം ആ വളവിലുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ അധികം താമസം വേണ്ടി വന്നില്ല. ഗ്രാമീണരായ നാട്ടുകാർ കേട്ട കഥകൾ കാട്ടുതീ പോലെ പ്രചരിപ്പിച്ചു. സുമതിയുടെ കൊലപാതകത്തിനു ശേഷം ഇവിടം ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി. റോഡരികിലും വനത്തിലും അടിക്കടി പ്രത്യക്ഷപ്പെടുന്ന അനാഥ പ്രേതങ്ങൾ നാട്ടുകാരുടെ മാത്രമല്ല പോലീസിന്റെയും ഉറക്കം കെടുത്തി. സുമതിയുടെ കൊല നടന്ന ശേഷം ഇതുവരെ ഇവിടെ നിന്നും 30-ലധികം പേരെയെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നത്. ആരായിരുന്നു ഈ കഥക്ക് പിന്നിലെന്ന് വ്യക്തമല്ല. സുമതിയെ കൊന്ന വളവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് പോലീസും ഒരു വിഭാഗം ജനങ്ങളും കരുതുന്നത്. ഇവരുടെ ശല്യം ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ടെങ്കിലും സുമതി വളവിൽ പ്രത്യക്ഷപ്പെടുന്ന ദുരൂഹ മരണങ്ങളും അജ്ഞാത മൃതദേഹങ്ങളും ഒരു ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അവസാനിപ്പിക്കുന്നത്. സുമതിയുടെ മറവിൽ അടഞ്ഞു തീരുന്ന കൊലപാതകങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു. 70 വർഷം കഴിഞ്ഞിട്ടും സുമതി വളവിലെ ഭീകരത മാറിയിട്ടില്ല. കൂടെ പ്രചരിക്കുന്ന കെട്ടുകഥകളുടെ വിവരണം ഈ റോഡിനെ ഭീകരതയിലേക്ക് തള്ളിമാറ്റപ്പെടുന്നു. സുമതിയെ കൊന്ന വളവിൽ എത്തുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ നിന്നു പോവുക, വാഹനത്തിന്റെ ലൈറ്റുകൾ താനെ അണഞ്ഞു പോവുക, ടയറുകളുടെ കാറ്റു പോവുക തുടങ്ങിയ കഥകളും പ്രചരിച്ചു. കൊടും വളവായതിനാൽ കൃത്യമായ ഗിയറിൽ അല്ല വാഹനമെങ്കിൽ എഞ്ചിൻ ഓഫായി പോവുക സ്വാഭാവികമാണ്. അങ്ങനെ ഡ്രൈവർമാർ കൃത്യമായ ഗിയർ ഇടാത്തതിനുള്ള പഴിയും പാവം സുമതിക്ക് തന്നെ.